ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വെക്റ്ററിൽ നിന്നും നമുക്ക് മെയിനായിട്ട് ഒരു 5-10 പോയിൻറ്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പോയിൻറ്റ്സുകൾ അറിഞ്ഞാൽ വെക്റ്ററിൻ്റെ പോർഷൻ, വെക്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ആദ്യം ഫസ്റ്റ് പോയിന്റ് വെക്റ്ററാണ്. എന്താണ് വെക്റ്റർ? വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു ലൈനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ സ്കെയിലാർ എന്ന് പറയുന്നു. ഇനി എന്താണ് പൊസിഷൻ വെക്റ്റർ? ഒരു പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വെക്റ്ററിനെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയാം. ഈ പൊസിഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. അതായത് O വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെക്റ്ററിനെയാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് R ദാറ്റ് ഇസ് ഈക്വൽ ടു √(x² + y² + z²). ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഒരു വെക്റ്ററിൻ്റെ. ഇനി നമുക്കറിയേണ്ടത് ഡയറക്ഷൻ കൊസൈൻ ആണ്. എന്താണ് ഡയറക്ഷൻ കൊസൈൻ? അതായത് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെക്റ്റർ, ഒറിജിനിൽ നിന്നും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന വെക്റ്റർ ഉണ്ടെങ്കിൽ എക്സ് ആക്സിസും ആ വെക്റ്ററും തമ്മിലുള്ള ആംഗിളിനാണ് ആൽഫ എന്ന് പറയുന്നത്. അതിൻ്റെ കൊസൈൻ ആംഗിളിനാണ് കോസ് ആൽഫ എന്ന് പറയുന്നത്. വൈ ആക്സിസും ആ പൊസിഷൻ വെക്റ്ററും തമ്മിലുള്ള ആംഗിളിനെ ബീറ്റ എന്ന് പറയും. അതിൻ്റെ കൊസൈൻ ആംഗിളിനെ കോസ് ബീറ്റ എന്ന് പറയുന്നു. ഇനി ഇസഡ് ആക്സിസും ഈ പൊസിഷൻ വെക്റ്ററും തമ്മിലുള്ള ആംഗിളിനെ ഗാമ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൊസൈൻ ആംഗിളിനെ കോസ് ഗാമ എന്ന് പറയും. അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ എന്നതിൻ്റെ കൊസൈൻ ആംഗിൾസ് എക്സ്, വൈ, ഇസഡ് കറസ്പോണ്ടിങ് ആക്സിസിൻ്റെ കൊസൈൻ ആംഗിൾസ് ആണ് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഇതിന് LMN എന്ന് പറയുന്നു, റെസ്പെക്റ്റീവ്ലി LMN എന്ന് പറയുന്നു. അപ്പോൾ L² M² N² എന്ന് പറഞ്ഞാൽ 1 ആണ്. L² + M² + N² എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് cos² ആൽഫ പ്ലസ് cos² ബീറ്റ പ്ലസ് cos² ഗാമ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും. ഇതിനാണ് ഡയറക്ഷൻ കൊസൈൻ LMN. ഇതിനാണ് ഡയറക്ഷൻ കൊസൈൻ അല്ലെങ്കിൽ DC എന്ന് പറയുന്നത്. അപ്പോൾ L² M² N² ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും. ഇനി ഡയറക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ABC ആണ്. ഇതിൻ്റെ റിലേഷൻ A² + B² + C² നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കും. അത് ഒരിക്കലും 1 അല്ല. 1 വരുന്ന കണ്ടീഷനാണ് LMN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കൂ, യൂണിറ്റ് വെക്റ്റർ. ഇനി യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ തന്നിട്ട് നമ്മൾ അതിൽ നിന്നും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2i + 3j + k ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്റ്റർ തന്നേക്കാണ്, ഒരു വെക്റ്റർ തന്നേക്കാണ് A. ഇതിൽ നിന്ന് യൂണിറ്റ് വെക്റ്റർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ A∩ ദാറ്റ് ഇസ് ഈക്വൽ ടു 2i + 3j + k / ഇതിൻ്റെ സ്ക്വയർ 4, ഇതിൻ്റെ സ്ക്വയർ 9, ഇതിൻ്റെ സ്ക്വയർ 1. അതായത് 2/√14i + 3/√14j + 1/√14k. ഇതിന് പറയുന്ന പേരാണ് യൂണിറ്റ് വെക്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്റ്റർ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത പോയിന്റ് കമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ. എന്താണ് വെക്റ്റർ കമ്പോണൻസ്? അതായത് എക്സ് ആക്സിസിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എക്സ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 2iയും y കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ 3iയും z കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ k, i, j, kയിൽ. അപ്പോൾ ഇതിനെയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് എക്സ് ആക്സിസിലുള്ളതിനെ i എന്ന് പറയും, y ആക്സിസിലുള്ളതിനെ j, z ആക്സിസിനെ k. അപ്പോൾ അതാണ് കമ്പോണൻസ്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് എക്സ് കമ്പോണൻറ്റ് എഴുതൂ എന്ന് പറഞ്ഞാൽ ഇത് 2i മാത്രം എഴുതിയാൽ മതി. അതാണ് കമ്പോണൻസ്. ഇനി ഓരോ ആക്സിസിൽ എക്സ് ആക്സിസിലുള്ള i കമ്പോണൻറ്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ കമ്പോണൻസ് എന്ന് പറഞ്ഞ് നമ്മൾ 2i എഴുതിയാൽ എന്താണ് i? I എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്ററാണ്. എക്സ് ആക്സിസിലെ യൂണിറ്റ് 1 യൂണിറ്റ് ആയിട്ടുള്ള വെക്റ്ററിനെയാണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ് കമ്പോണൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ i മൾട്ടിപ്ലൈ ചെയ്ത് എത്ര മാഗ്നിറ്റ്യൂഡ് വരുന്നോ അതിനെയാണ് ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി y ആക്സിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y ആക്സിസിലെ യൂണിറ്റ് വെക്റ്ററിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? j എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇപ്പോൾ 3 ആണെങ്കിൽ 3 എൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആ യൂണിറ്റ്
വെക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കമ്പോണൻറ്റ് വന്നിരിക്കുന്നു. അതുപോലെ ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറിനെയാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്പോണൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ പോയിന്റും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളീനിയർ എന്താണ്, പാരലൽ എന്താണെന്നാണ്. കൊളീനിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്ടർ തന്നേക്കുക, എയും ബിയും രണ്ട് വെക്ടർ തന്നാൽ എ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ബി വരുന്നതിനെയാണ് നമ്മൾ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരലൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതെങ്ങനെയാണ്? ഒരു വെക്ടർ നമ്മൾ എടുത്തു, ഒരു വെക്ടറിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കെയിലാർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡിൽ എടുക്കാനുണ്ടെങ്കിൽ ആ ഔട്ട് സൈഡിൽ എടുക്കുക, എന്നിട്ട് മറ്റേ വെക്ടറുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടോ. അപ്പോൾ ഇവിടെ ലാംഡ എന്ന് പറഞ്ഞ സ്കെയിലാറാണ് ഔട്ട് സൈഡിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സ് പാരലലാണ്, അല്ലെങ്കിൽ എന്ത് പറയാം, പാരലൽ ആണെങ്കിൽ കൊളീനിയർ ആണെന്നും പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ ബി സി, നമുക്ക് എന്താ എ ബി എന്ന് പറയുന്ന വെക്ടറും ബി സി എന്ന് പറയുന്ന വെക്ടറും പാരലലാണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലാംഡയോ വണ്ണോ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത ഫോമിൽ വരണം. കൂടാതെ ബി എന്ന് പറയുന്നത് ഒരു കോമൺ പോയിൻ്റ് ആയതിനാൽ എ ബി പാരലൽ ടു ബി സി ആൻഡ് ഹിയർ ബി ഈസ് എ കോമൺ പോയിൻ്റ്, therefore എ ബി സി ആർ എന്ത് പറയാം, കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് കൊളീനിയറും പാരലലും എന്ന് പറഞ്ഞു. സാധാരണ വെക്ടറിൽ പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പാരലൽ. അപ്പോൾ ഇത് പാരലൽ വെക്ടേഴ്സാണ്. ഈ പാരലൽ വെക്ടേഴ്സിനെ തന്നെ കൊളീനിയർ വെക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. അത് കാരണം എ ബി പാരലൽ ടു ബി സി, ബി എന്താണ് കൊളീനിയർ പോയിൻ്റ്, കോമൺ പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനാൽ ഇനി അടുത്ത പോയിൻ്റ് സ്കെയിലാർ ഓർ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്താണ് സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്കെയിലാർ പ്രോഡക്റ്റ്? എ ഡോട്ട് ബി ദറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി കോസ് തീറ്റ. ഇതിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. ഇതിൽ നിന്നും നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് എ മോഡുലസ് ബി. ഇതിനാണ് എങ്ങനെയാണ് ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ടത്. തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് എ ഡോട്ട് ബി ബൈ മോഡുലസ് എ മോഡുലസ് ബി. അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കൂ, പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. ഒരു വെക്റ്ററിൻ്റെ പ്രൊജക്ഷൻ, ഇപ്പോൾ ഇതാണ് ഒരു വെക്റ്റർ. ഈ വെക്റ്ററിൽ ഇവിടേക്കുള്ള ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഓൺ ബി, ദ പ്രൊജക്ഷൻ എ ഓൺ ബി ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി. ഇനി പ്രൊജക്ഷൻ ഓൺ ബി ഓൺ എ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് എ. ഇതിനാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ലൈനിലേക്കുള്ള ഈ പ്രൊജക്ഷൻ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ഏതിൻ്റെ പ്രൊജക്ഷനാണോ അത് ഡിവൈഡ് ചെയ്യുക, ഓൺ എന്നുള്ളത് ഡിവിഷനാക്കി കൊണ്ടുവരിക. അതാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ആണ്. ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ. ഇവിടെ ഒരു എൻ ക്യാപ് യൂണിറ്റ് വെക്റ്റർ ആണ് എൻ, എന്നാലും എ ക്രോസ് ബി ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ. അതാണ് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇത് ഈ ചാപ്റ്ററിൽ പറയാവുന്നത് ഏരിയയെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിളാണ്, ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് വെക്ടറാണ് എയും ബിയും എങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു മോഡുലസ് എ ക്രോസ് ബി ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി പാരലോഗ്രാമിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ ക്രോസ് ബി മോഡുലസ് എടുത്തു, എ ക്രോസ് ബി എടുത്തിട്ട് മോഡുലസ് എടുത്തു. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. വെക്റ്റർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു വെക്റ്ററാണ്. ആ വെക്റ്ററിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുക്കുന്നത് ഒ പി ആണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അപ്പോൾ കിട്ടുന്നത് നമുക്കൊരു സ്കെയിലാറാണ്. അതായിരിക്കും ഏരിയ, ദാറ്റ് മച്ച് സ്ക്വയർ യൂണിറ്റ്സ്. അത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ പാരലോഗ്രാമിനൊരു ഹൈറ്റ് വെച്ചു. ഈ പാരലോഗ്രാമിനൊരു ഹൈറ്റ് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹൈറ്റ് വെച്ച് ഒരു പാരലോ പിപ്പിഡായാൽ എച്ചും കൂടി വന്നു, അതായത് 3 ഡയറക്ഷൻ, ഒരു 2 ഡയറക്ഷനും പിന്നെ ഒരു 3 ഹൈറ്റും കൂടി തന്നാൽ എ ബി സി വരും, 3 വെക്ടർ വരും.
അതായത് ഹൈറ്റും പിന്നെ അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ വെക്ടറും. അങ്ങനെ വന്നാൽ പാരലോപിപ്പിഡ് എന്നാണ് അതിന് പറയണേ. പാരലോപിപ്പിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കുണ്ട് ബോക്സ് പ്രോഡക്റ്റ് എ ബി സി, ബോക്സ് പ്രോഡക്റ്റ് ഓഫ് എ ബി സി. ഈ ബോക്സ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എ ക്രോസ് ബി ഡോട്ട് സി, ഇതിനാണ് ബോക്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് ബോക്സ് പ്രോഡക്റ്റ് ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന 3 വെക്ടറിൻ്റെയും അതായത് കോഎഫിഷ്യൻസ് A1 A2 A3 B1 B2 B3 C1 C2 C3 കണ്ടോ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബോക്സ് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വോളിയം ഫൈൻഡ് ചെയ്യാൻ അവിടെ പറ്റും പാരലോപിപ്പിഡിൻ്റെ. ഇത്രയും പോയിൻറ്റ്സുകളാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. പരീക്ഷയ്ക്ക് വന്നേക്കുന്ന എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല, വളരെ കുറച്ച് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5-6 പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ.